രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ അഴിമതിക്ക് എതിരെ ആരും മിണ്ടുന്നില്ല. അത് മിണ്ടിയത് മൊത്തം കോൺഗ്രസ്സുകാരാ. ഉമ്മൻചാണ്ടി സാർ എതിർത്തിട്ടുണ്ട്. ഈ 500 കോടി എന്നൊക്കെ പറയുന്ന 500 കോടിക്ക് മുകളിലാണ് അവിടെ നടന്ന അഴിമതി. ഏകദേശം 3000 കോടിയോളം രൂപയ്ക്കാണ്, അല്ലെങ്കിൽ അതിലും അധികമാണ് കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയനിൽ നിന്ന് നേടിയ ചില കാര്യങ്ങളുണ്ട്. അത് വീണ്ടും തുടർന്ന് പോകുന്നതിന് വേണ്ടി ചിലരെ കാണിക്കാൻ വേണ്ടി നടത്തിയ ഒരു സമ്മേളനം, അല്ലാതെ തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിയ സമ്മേളനമല്ല. അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഞാൻ കണ്ടതിനപ്പുറത്തായി അഴിമതി നടന്നിരുന്നു. ഏറ്റവും അവസാനം അവർ പറഞ്ഞ ഓഫർ എന്ന് പറഞ്ഞാൽ 10 കോടി രൂപ. നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദം സൃഷ്ടിച്ച ഒന്നായിരുന്നു കശുവണ്ടി വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഉയർന്ന കോടികളുടെ കശുവണ്ടി ഇറക്കുമതി അഴിമതി. ഈ കേസുമായി ബന്ധപ്പെട്ട് ശ്രീ കടകംപള്ളി മനോജാണ് നിയമപരമായി മുന്നോട്ട് പോയിരുന്നത്. അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. നമസ്കാരം സാർ. നമസ്കാരം. ഈ കേസിനെ കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല പ്രേക്ഷകർക്ക്, കാരണം എല്ലാവരും സാഗുതം ശ്രദ്ധിച്ചിരുന്ന ഒരു കേസാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ മുഹമ്മദ് ഹരീഷിനെ പോലെയുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ പോലും ഹൈക്കോടതിയെ ധിക്കരിച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാകാതിരിക്കുമ്പോൾ അത് ഇപ്പോൾ ചർച്ച ആണ്. താങ്കളൊരു INTUC കാരനായിരുന്നു. എന്നിട്ടും താങ്കൾ എന്തുകൊണ്ടാണ് ഈ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്? ഞാൻ 2008 ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണകാലത്താണ് ഈ അഴിമതിക്കെതിരെ ഇറങ്ങുന്നത്. അതിനൊരു കാരണമുണ്ട്. ഞാൻ കൊല്ലത്തുകാരനാണ്. എൻ്റെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു കിലോമീറ്ററിന് ചുറ്റളവിൽ തന്നെ 2-3 കശുവണ്ടി ഫാക്ടറിയാണ്. എന്നാൽ കൊല്ലത്തിൻ്റെ വ്യവസായം ഒരു 750 ഫാക്ടറികൾ കൊല്ലം ജില്ലയിൽ മാത്രമുണ്ട്. അന്നേരം എവിടെ തിരിഞ്ഞാലും കശുവണ്ടി ഫാക്ടറിയാണ്. പല സ്ഥലങ്ങളുടെയും ലാൻഡ്മാർക്ക് പോലും ഫാക്ടറി അടിസ്ഥാനത്തിലാണ്. അന്നേരം 2008 എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഫാക്ടറിയിൽ ഒരു സമരം നടന്നു. അത് എൻ്റെ അമ്മ ജോലി ചെയ്ത സ്ഥാപനമായിരുന്നു. അന്നേരം 3-ാം ദിവസമാണ് ഈ സമരം അറിഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുന്നത്. ലോക്കലി നമ്മളൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ. അന്ന് താങ്കൾ പൊതുപ്രവർത്തകനായിരുന്നു? അന്നൊരു പൊതുപ്രവർത്തകനാണ്. എനിക്ക് ട്രേഡ് യൂണിയൻ പ്രവർത്തനമൊക്കെ ഉണ്ട്. കോൺഗ്രസ് പാർട്ടിയിലാണ് ഞാൻ പ്രവർത്തിച്ചത്. അന്നേരം നമ്മുടെ നാട്ടിലൊരു സമരം നടക്കുമ്പം ഈ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാൻ കാണാൻ പോവുകയായിരുന്നു. കാര്യം കശുവണ്ടി വികസന കോർപ്പറേഷനിൽ എൻ്റെ ഓർമ്മകാലത്ത് അങ്ങനെ സമരവും നടന്നിട്ടില്ല. കാര്യം ഒരു മോഡൽ എംപ്ലോയി, നിശബ്ദമായി തൊഴിലെടുക്കുന്ന ഒരു വിഭാഗം, ഒരു പൊതുമേഖലാ സ്ഥാപനം. അത് തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനം. ജോലിയുടെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടെങ്കിലും തൊഴിലാളികളുടെ ഒരു സമരം, അവരുടെ അവകാശത്തിന് വേണ്ടി ഒരു സമരമൊന്നും അന്ന് എൻ്റെ ഒരു ഓർമ്മയിൽ ഇല്ലാത്തൊരു കാലം. അന്നേരം കൗതുകത്തിൻ്റെ പുറത്ത്, കാര്യം അവിടെ ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തനം എനിക്കില്ലായിരുന്നു. അങ്ങനെ ഞാൻ അറിഞ്ഞ് അങ്ങനെ സമരം കാണാൻ പോയ ഒരു സന്ധ്യ സമയത്ത്. അന്നേരം ചെല്ലുമ്പോൾ ഭൂരിപക്ഷം തൊഴിലാളികൾക്ക് എന്നെ നേരിട്ടറിയാം, എനിക്കും അറിയാവുന്ന എൻ്റെ നാട്ടിലുള്ള സ്ത്രീകളാണ്. അന്നേരം അവർ എന്നോട് പറഞ്ഞു, മോനെ 3 ദിവസമായിട്ട് ഇവിടെ സമരം നടക്കുകയാണ്. അന്നേരം ആരും തിരിഞ്ഞു നോക്കുന്നില്ല, ഒരു ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും വന്നില്ല, അവരൊക്കെ സമരത്തിനെതിരാണ്. തൊഴിലാളികൾ അവരുടേതായ രീതിയിലായിരുന്നു സമരം നടത്തിയിരുന്നത് അല്ലേ? അവർ ഏകദേശം അന്ന് 525-550 തൊഴിലാളികൾ ആ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ 95% സ്ത്രീകളാണ്. അവർ ഒറ്റക്കെട്ടായിട്ട് സമരം ചെയ്യുക, ഒരു കൊടിയും ഇല്ലാതെ, ഒരു ഷെഡും ഇല്ലാതെ ഫാക്ടറിയുടെ മുന്നിലും അകത്തുമായിട്ട് സമരം ചെയ്യുക, രാവും പകലും. അതെന്തായിരുന്നു അവരുടെ ആവശ്യം? അന്ന് ഇത് ഫാക്ടറി തുടങ്ങിയ ആ കാലം തൊട്ട് 70കൾ തൊട്ട് ഈ വ്യവസായത്തിൽ ഗവൺമെൻറ് തന്നെ അംഗീകരിച്ച ഒരു രീതിയുണ്ട്. എന്നുവെച്ചാൽ നമുക്കറിയാമല്ലോ, ഒരു കശുവണ്ടി സ്ത്രീകൾ ജോലി ചെയ്യുന്ന പറഞ്ഞാൽ ഷെല്ലിങ്, പീലിങ്, ഗ്രേഡിങ്, ആ 3 സെക്ഷനാണുള്ളത്. ഷെല്ലിങ് എന്ന് വെച്ചാൽ തോട്ടണ്ടിയുടെ തോട് പൊളിക്കുക. പീലിങ് എന്ന് പറയുമ്പം പരിപ്പിൻ്റെ തൊലി, ആ ഒരു കവറിങ് ഉണ്ട്, അത് കളയുക. ഗ്രേഡിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇനം തരംതിരിക്കുക. ഈ 3 ജോലി എന്ന് വെച്ചാൽ ഈ ഷെല്ലിങ്ങും പീലിങ്ങും എന്ന് പറഞ്ഞാൽ ഒരു ഷെല്ലിങ്ങിന് ഒരു പീലിങ്ങാണ്. പക്ഷേ അന്ന് വരെയുള്ളത് 10-30 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിലനിന്നൊരു കാര്യമാണ്. അതിന് പെട്ടെന്ന് ഈ മാനേജ്മെൻറ്റ് പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല, 6 ഷെല്ലിങ്ങിന് 4 പീലിങ്. അന്നേരം ഇവർക്ക് ESAയുടെ പ്രശ്നം വരും, ജോലിയെ ബാധിക്കും. പ്രധാനമായിട്ടും തൊഴിലാളികൾക്ക് ESA അന്ന് ഇത്രയും വ്യാപകമായി ESA വന്നിട്ടില്ല, 2008. അങ്ങനെയാണ് അവർ സമരം ചെയ്യുന്നത്. അതൊക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അറിയുന്ന കാര്യമാണ്. എന്നിട്ട് ഞാനത് കേട്ടപ്പോൾ ന്യായമായിട്ട് തോന്നി, തൊഴിലാളികളുടെ ആവശ്യമാണ്. പിന്നെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് തൊഴിലാളി സർക്കാർ എന്ന് പേര് കേട്ട ഒരു ഗവൺമെൻറ്
ഭരിക്കുമ്പോൾ, അതുപോലെ കൊല്ലത്തെ PK ഗുരുദാസൻ വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്നു, തൊഴിൽ മന്ത്രിയായിട്ടിരിക്കുന്നു. അന്നേരം അതിന് കുറച്ചും കൂടെ പ്രാധാന്യം ഉണ്ടായിരുന്നു. അന്നേരം അവരെ തുറന്നു കാണിക്കാൻ പറ്റിയ ഒരു അവസരമായിട്ടും കൂടിയാണ് ഞാനിത് കണ്ടത്. അങ്ങനെ ഈ ആരും പിന്തുണയ്ക്കാത്ത സമരത്തിനെ ഞാൻ പിന്തുണച്ചു. 42 ദിവസം സമരം നടന്നു. താങ്കൾ അവരോടൊപ്പം നിന്ന്? അവരോടൊപ്പം. അപ്പോൾ താങ്കളുടെ ട്രേഡ് യൂണിയനിലെ മറ്റു പ്രവർത്തകരോ നേതാക്കളോ ഒന്നും പിന്തുണ നൽകിയില്ലേ? ഒരു ഭാഗം INTUസിൽ ഒരു ഭാഗം പിന്തുണച്ചായിരുന്നു, ഒരു ഭാഗം അന്നും അതിനെതിരായിരുന്നു. കാര്യം ഈ ഡയറക്ടർ ബോർഡിൽ എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ഉണ്ട്. അവർ ഒരുമിച്ച് തീരുമാനം എടുത്തെന്നാണ് മാനേജ്മെൻറ്റ് നമ്മളെ അറിയിക്കുന്നത്. അങ്ങനെ ഇത് കൊല്ലത്ത് വലിയൊരു ഒച്ചപ്പാടും മാധ്യമങ്ങൾ ശ്രദ്ധയൊക്കെ വന്നു. അത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ഏഷ്യാനെറ്റിൻ്റെ അന്നത്തെ കണ്ണാടി എന്ന് പറയുന്ന TNG അദ്ദേഹം ഈ സമരം റിപ്പോർട്ട് ചെയ്തായിരുന്നു. കാര്യം തൊഴിലാളി നേതാക്കന്മാർ ഉപേക്ഷിച്ച സമരമെന്നും പറഞ്ഞു. അന്നേരം അത്രയും ശ്രദ്ധ നേടിയായിരുന്നു ഈ സമരം. അവിടെ തൊഴിലാളികളുടെ പൊങ്കാല സമരം, അങ്ങനെ ഒരുപാട് സമരം നടന്നു, പട്ടിണി സമരം നടന്ന്. അങ്ങനെ ഈ 42 ദിവസം വിവിധങ്ങളായ സമരമുറ ഈ ഈ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഉണ്ടായി. അങ്ങനെയാണ് ഈ 42 ദിവസത്തിനകം വെച്ച് ഇത് ഒത്തുതീർപ്പായി. അവർ പിൻവലിച്ചു, അവരെ തീരുമാനം പിൻവലിച്ചു, പഴയ രീതിയിൽ മാനേജ്മെന്റ് പിൻവലിച്ചു. അത് വിജയം കണ്ടു, സമരം വിജയിച്ചു. അന്ന് ആ സമര കാലയളവിലാണ് തൊഴിലാളികൾ എന്നോട് പറയുന്നത്. അന്നേരം ഇവർക്ക് മാനേജ്മെൻറ്റിനോട് തൊഴിലാളികൾക്ക് കാര്യം അവർ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടായ ഒരു സ്ഥാപനം, സർക്കാർ സ്ഥാപനത്തിൽ ഇങ്ങനൊരു രീതി വന്നപ്പം അവരവിടെ നടന്ന പല കാര്യങ്ങളും പറഞ്ഞു. അവരവിടെ ചിലപ്പോൾ ദേഷ്യമായിരിക്കാൻ പറഞ്ഞു. അന്നേരം എൻ്റെ അടുത്ത് പറയുന്നത്, ഇവിടെ വരുന്ന തോട്ടണ്ടി പലപ്പോഴും കിളിച്ച തോട്ടണ്ടിയാണ്, ക്വാളിറ്റി കുറഞ്ഞ തോട്ടണ്ടിയാണ്, ജോലി ഇവർക്ക് പീസ് വർക്കാണ്, ചെയ്യുന്ന കണക്കാണ് ജോലി, ശമ്പളം. അന്നേരം നല്ല തോട്ടണ്ടി അല്ലെങ്കിൽ കൂലിയിൽ വ്യത്യാസം വരും. അന്നൊക്കെ ശമ്പളം എന്ന് പറഞ്ഞാൽ 100-150 രൂപയൊക്കെ കിട്ടും. അതിൽ തന്നെ കുറവ് വരുന്നുണ്ട്. അന്നേരം ഈ തൊഴിലാളികൾ എൻ്റെ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ വരുന്ന തോട്ടണ്ടികളിൽ ക്വാളിറ്റി വളരെ മോശമാണ്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഞാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ഹെഡ് ഓഫീസിലെ പല ജീവനക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇവിടെ ഒരു കമ്പനി, കോട്ടയത്ത് ആസ്ഥാനമായ ഒരു കമ്പനിയാണ് ഇതെല്ലാം ഇറക്കുന്നത്. അത് മാനേജ്മെൻറ്റുമായിട്ട് നല്ല ബന്ധമുള്ള കമ്പനിയാണ്. കൂടുതൽ തോട്ടണ്ടി അവരാണ് ഇറക്കുന്നത്, കിളിച്ചതും. എന്നിന് തോട്ടണ്ടിക്ക് പകരം പാറ വരെ കൊണ്ടിറക്കിയിട്ടുണ്ട്. അത് ശരി, വെയിറ്റേജ് കൂട്ടാൻ വേണ്ടി. ഇത് വേബ്രിഡ്ജ് തൂക്കുവാണല്ലോ, തൂക്കുമ്പോൾ ഇത്ര ടണ്ണ് വേണമല്ലോ. അതിന് തോട്ടണ്ടി കുറവുണ്ടെങ്കിൽ പാറ കയറ്റും, ഈ തൂക്കം ഒപ്പിക്കാൻ വേണ്ടി. അന്നേരം ഇതെല്ലാം ഈ സ്ഥാപനത്തിൽ നിന്നാണ് പണം കൊടുക്കുന്നത്, അല്ലെങ്കിൽ സർക്കാരാണ് പണം കൊടുക്കുന്നത്. അങ്ങനെ ഇതെല്ലാം ഈ തൊഴിലാളികൾ എന്നോട് പറഞ്ഞു. അതിന് കൂടുതൽ അന്വേഷണമായി പരാതി കൊടുത്തു. പരാതി കൊടുത്തിട്ട് യാതൊരു നടപടി അന്നത്തെ ഇടതു സർക്കാർ എടുത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 2000 VSന്റെ ഭരണകാലമല്ലായിരുന്നു? VSന്റെ ഭരണകാലം. ശ്രീ PK ഗുരുദാസൻ മന്ത്രി. ഇവർ രണ്ടും അഴിമതിക്കാരാന്ന് ലോകത്താരും പറയത്തില്ല, ഞാനും പറയത്തില്ല. പക്ഷേ ഈ CPM പാർട്ടിയിൽ അറിയാമല്ലോ, ഭരിക്കുന്നത് മന്ത്രിയൊന്നുമല്ല എന്ന്. ഈ അടുത്ത സമയത്തും VSന്റെ പല സന്തത സഹചാരികളും പുറത്തു കൊണ്ടുവന്നു ഫയലുകളെല്ലാം. പല ഫയലുകളും AKG സെന്ററിലേക്കാണ് ആ സമയത്ത് പോയിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഗവൺമെന്റ് ഫയലാണെങ്കിൽ അവർക്ക് രാഷ്ട്രീയ തീരുമാനമാണ്. ഞാൻ കൊടുത്ത പല പരാതികളും അന്വേഷിക്കാൻ കൊടുത്തത് ഈ കൺസെന്റ് ആരോപണ വിധേയനായ ഇവിടുത്തെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ K. രതീശനാണ് ഗവൺമെന്റ് അന്വേഷിക്കാൻ കൊടുത്തത്. ഈ കട്ടൊരാളെ തന്നെ അന്വേഷണം, അതായത് പരാതി ആർക്കെതിരെയാണോ താങ്കൾ പരാതി കൊടുത്തത് ആ പരാതി അന്വേഷിക്കേണ്ട ആളും അദ്ദേഹം തന്നെ, ആരോപണ വിധേയൻ തന്നെയാണ്. അങ്ങനെ നമുക്കന്ന് പരാതി കൊടുക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2008 CNTG റിപ്പോർട്ട് പുറത്തു വന്നത്. അന്നേരം ഞാൻ ഉന്നയിച്ച പല ആരോപണങ്ങളും അന്നേരം അന്തരീക്ഷത്തിൽ നിൽക്കുക. ഇത് CNTG റിപ്പോർട്ടിലൂടെ പുറത്തു വന്നു. ഇവിടെ അഴിമതിയാണ്, തോട്ടണ്ടി വാങ്ങുന്നതിന് സുതാര്യതയില്ല, ടെൻഡർ കണ്ടീഷൻ വളരെ മോശമാണ്, ടെൻഡറിൽ പങ്കെടുക്കുന്ന ചില കമ്പനികൾക്ക് വഴിവിട്ട സഹായം കൊടുക്കുന്നു എന്നൊക്കെ CNTG റിപ്പോർട്ട് പുറത്തു വന്നു. അന്നേരം എനിക്കൊരു ബലമായ കാര്യം, ഞാൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഒരു അടിസ്ഥാനമുണ്ടായി, അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ ആളുണ്ടായി, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടിലൂടെ പുറത്തു വന്നു. അതിനെ തുടർന്ന് ഞാൻ വീണ്ടും പരാതി കൊടുത്തുകൊണ്ടിരുന്നു. 2010 കൊടുത്ത ഒരു പരാതി അന്നത്തെ ധനകാര്യ വകുപ്പ് സെക്രട്ടറി ശ്രീ VP ജോയി, അദ്ദേഹം പിന്നീട് ചീഫ് സെക്രട്ടറിയായി. അദ്ദേഹം ധനകാര്യ വകുപ്പിനെ കൊണ്ട് അന്വേഷിച്ച് അതും അഴിമതി കണ്ടെത്തി. ആ റിപ്പോർട്ട് പുറത്തു വരുന്നത് 2011 UDF സർക്കാരിൻ്റെ ആദ്യത്തെ മാസങ്ങളാണ്. അന്നേരം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കൊടിയ അഴിമതി എന്നും പറഞ്ഞ് റിപ്പോർട്ട് വന്നു. അന്നേരത്തേക്കിന് കൊല്ലത്തത് കൂടുതൽ ചർച്ചയായി, വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നു.
അന്നേരം നിരന്തരം ഈ അഴിമതി ആരോപണം ഓരോ തോട്ടണ്ടി വാങ്ങുന്നതിനകത്തും ഈ ക്വാളിറ്റി കുറഞ്ഞ തോട്ടണ്ടി വരുന്നതൊക്കെ ഞാനത് ഉന്നയിക്കാറുണ്ട്, പരാതി കൊടുക്കാറുണ്ട്. അന്നേരം അത് കൊല്ലത്തുള്ള പിന്നെ മാധ്യമങ്ങളുടെ പുറത്തും വരാറുണ്ട്. അവരുടെ അന്വേഷണത്തിലും ഇത് അഴിമതിയാണെന്ന് കണ്ടെത്തുന്നുണ്ട്. പക്ഷേ ഒരു നടപടി ഉണ്ടാകുന്നില്ല. 2011 ഈ റിപ്പോർട്ട് പുറത്തു വന്ന് പുതിയ ചെയർമാൻമാരെ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ നിശ്ചയിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അന്നേരമാണ് പല നേതാക്കന്മാരും, അതിനെ പരിഗണിച്ച പല നേതാക്കന്മാരും ഈ MD മാറ്റാതെ അവർ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. ഈ കെ രതീഷിനെ മാറ്റിയാൽ മാത്രമേ അവർ ചെയർമാൻ ആകത്തുള്ളെന്ന് പലരും പറഞ്ഞു. കൊല്ലത്തെ പല നേതാക്കന്മാരും പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ ചെയർമാനായിട്ട് വന്നത് ശ്രീ രതീഷിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായിരുന്നു, ശ്രീ R ചന്ദ്രശേഖരൻ. രതീഷിൻ്റെ അടുത്ത ബന്ധുവായിരുന്നു. അടുത്ത ബന്ധു എന്ന് പറയുമ്പോൾ രതീഷിൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ മകൻ കിട്ടിയിരിക്കുന്നത് ചന്ദ്രശേഖരൻ്റെ മകളെയാണ്. അത് ഇവർ തമ്മിലുള്ള അടുപ്പം വെച്ചാണ്. അതായത് കൃത്യമായിട്ട് അഴിമതി നടത്തണം എന്നുള്ള ഒരു ആസൂത്രണത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 100%. ഞാൻ അന്നും ഇന്നും പറയുന്നത് ശ്രീ ചന്ദ്രശേഖരനെ ചെയർമാനാക്കിയത് രതീഷാണ്. രതീഷിൻ്റെ അന്നത്തെ ചില സ്വാധീന ഫലമായിട്ട് കൂടിയാണ് ചന്ദ്രശേഖരൻ ചെയർമാനായിട്ട് വരുന്നത്. ഇത് അഴിമതി നടത്താൻ വേണ്ടി മാത്രം വന്നതാണ്. രതീഷിന് അവിടെ പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടി കൂടിയാണ്. അതിനകത്ത് രാഷ്ട്രീയത്തിന് അതീതമായ ഇടപെടലുണ്ടായിരുന്നു ആ ചെയർമാൻ സ്ഥാനത്ത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, എന്നെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ പലരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇടത് സർക്കാരും വലതു സർക്കാരും മാറി മാറി വന്നിട്ടും കെ ചന്ദ്രശേഖരന് യാതൊരു കോട്ടവുമില്ല എന്ന് മാത്രമല്ല, ആർ ചന്ദ്രശേഖരന് യാതൊരു മാറ്റവുമില്ല എന്നുള്ളത് മാത്രമല്ല, പിണറായി സർക്കാരിൻ്റെ കാലത്ത് 3 തവണയാണ് ജുഡീഷ്യൽ അന്വേഷണത്തെ എതിർത്തത്, CBI അന്വേഷണത്തെ എതിർത്തത്. അതെന്തുകൊണ്ടായിരുന്നു? അത്രയ്ക്കൊരു സ്വാധീനം INTUC-കാരനായ R ചന്ദ്രശേഖരന് പിണറായി സർക്കാരിൽ വരെ കിട്ടാനുള്ള കാരണം? അതിൻ്റെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പിണറായി ഭരണം എന്ന് പറഞ്ഞാൽ 10 വർഷമായിരുന്നു. അതിൽ പ്രതിപക്ഷ ട്രേഡ് യൂണിയൻ കേരളത്തിൽ നമ്മൾ മുഖ്യധാരയിൽ നിൽക്കുന്നത് പ്രതിപക്ഷ ട്രേഡ് യൂണിയനായിട്ട് INTUC-യാണ്. ഈ INTUC ഏതെങ്കിലും ഒരു സമരം നടത്തിയതായിട്ട് നമ്മളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പിണറായി വിജയൻ്റെ സർക്കാരിനെതിരെ ഒരു പ്രസ്താവന നടത്തുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് KPCC പ്രസിഡൻ്റായിട്ടിരുന്ന മുല്ലപ്പള്ളി പരസ്യമായിട്ട് INTUC സംസ്ഥാന കമ്മിറ്റി മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, ചന്ദ്രശേഖര, നന്ദികേട് കാണിക്കരുത് ഈ പ്രസ്ഥാനത്തോട്, നീതി കാണിക്കണം, ഒരു പ്രസ്താവനയെങ്കിലും ഈ ഗവൺമെൻറ്റിനെതിരെ എന്നുവെച്ചാൽ അന്നത്തെ ഒന്നാം പിണറായി സർക്കാരിനെതിരെ നടത്തണമെന്ന് മുല്ലപ്പള്ളി പരസ്യമായിട്ട് പറഞ്ഞു. എന്നിട്ടും ചെവിക്കൊണ്ടില്ല. അന്നേരം ഈ 10 വർഷക്കാലം ഗവൺമെൻറ്റിന് അനുകൂലമായി ഇപ്പം പിന്നെ INTUC-യിലുള്ളവർ തന്നെ പറയുന്നത് INTUC പിണറായി വിഭാഗം എന്നാണ് അതിനെ പറയുന്നത്. അത്രയും അടുപ്പം പുലർത്തി. നമുക്കത് ഏറ്റവും അവസാനത്തെ പിന്നെ ആശാ വർക്കേഴ്സിൻ്റെ സമരത്തിൽ AICC ആണ് ആശാ സമരത്തിന് KPCC-യും പാർട്ടിയും പിന്തുണ കൊടുക്കണമെന്ന് തീരുമാനിച്ചത്. ആ സമരത്തിനെ പോലും തള്ളിപ്പറഞ്ഞ് പിണറായി സർക്കാരിന് അനുകൂലമാക്കി കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് ചന്ദ്രശേഖരൻ. പിണറായി സർക്കാരിനോടൊപ്പമാണ് അന്ന് ആശാ സമരത്തിൽ. പുള്ളി അന്ന് വേറെ കുറേ മുടന്ന ന്യായങ്ങളൊക്കെ പറഞ്ഞ് ആ സമരത്തിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ എൻ്റെ ഓർമ്മയിൽ ഒരു ഷോക്കോസ് നോട്ടീസ് കിട്ടിയ INTUC-കാരൻ ശ്രീ ചന്ദ്രശേഖരനാണ്. ഈ ആശാ സമരത്തിനെ എതിർത്തതിന് KPCC ഷോക്കോസ് നോട്ടീസ് കൊടുത്തു, പരസ്യമായി താക്കീത് ചെയ്തു. പക്ഷെ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. അദ്ദേഹം ആ സ്റ്റാൻഡിൽ തന്നെ നിന്ന്. അതൊന്ന്. അന്നേരം INTUC-യെ കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങളെല്ലാം പറയുന്നത് അന്നത്തെ ക്ലിഫ് ഹൗസിൻ്റെ അടുക്കളയിൽ കൊണ്ട് കെട്ടിയിരുന്നെന്നാണ്. ഈ INTUC-യിലെ നല്ലൊരു ഭാഗം ആൾക്കാരും അങ്ങനെ വിശ്വസിക്കുന്നുമുണ്ട്. കാര്യം അതിൻ്റെ എന്ന് പറഞ്ഞാൽ പിണറായിക്ക് അടിമ വെച്ച് പിണറായിയുടെ കാൽക്കീഴിൽ കൊണ്ടുവച്ചിരുന്ന INTUC-യെ. പിന്നീടൊരു കാര്യം, ഈ പിണറായി ബാന്ധവത്തിന് അല്ലെങ്കിൽ പിണറായി സഹായിക്കാൻ കാര്യം, ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ ആ 10 വർഷ കാലയളവാണ് 2005 മുതൽ 2015 വരെയാണ് ഈ അഴിമതി നടന്നത്. ശ്രീ K രതീഷ് MD ആയിട്ടിരുന്ന കാലയളവായിരുന്നു. അതിൽ നടന്നത് ഇപ്പം ഈ 500 കോടി എന്നൊക്കെ പറയുന്ന 500 കോടിക്ക് മുകളിലാണ് അവിടെ നടന്ന അഴിമതി. ഏകദേശം 3000 കോടിയോളം രൂപയ്ക്കാണ് അല്ലെങ്കിൽ അതിലും അധികമാണ് തോട്ടണ്ടി വാങ്ങിയതും പരിപ്പ് വിറ്റതും കൂടെ ഉള്ള എമൗണ്ട്. ഇതിൻ്റെ പങ്കൊക്കെ ആരൊക്കെ കൈപ്പറ്റിയിട്ടുണ്ടാവും? ഈ പങ്ക് പറ്റിയതിൻ്റെ ആണല്ലോ ഇത് എല്ലാവരും കൂടെ ഒരുമിച്ച് ഏതെങ്കിലും ഒരു ഇപ്പോൾ ശ്രീ ചന്ദ്രശേഖരൻ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിനകത്ത്
എതിർപ്പില്ല, ഒരു സംഘടനയ്ക്ക് എതിർപ്പില്ല, ഇപ്പോൾ പുറത്തു നിൽക്കുന്ന BJPക്ക് പോലും എതിർപ്പില്ല. അപ്പം ആർക്കൊക്കെ കിട്ടിയെന്ന് നമുക്ക് ഊഹിക്കാം. പിന്നെ ഊഹിക്കാമല്ലോ. ഇതിനകത്ത് ഒന്നും കിട്ടാതെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ അഴിമതിക്ക് എതിരെ ആരും മിണ്ടുന്നില്ല. അത് മിണ്ടിയത് മൊത്തം കോൺഗ്രസ്സുകാരാ. സുധീരൻ സാർ എതിർത്തിട്ടുണ്ട്, മുല്ലപ്പള്ളി എതിർത്തിട്ടുണ്ട്, ഉമ്മൻചാണ്ടി സാർ എതിർത്തിട്ടുണ്ട്, ഈ KM മാണി എതിർത്തിട്ടുണ്ട്. ഈ അഴിമതി എതിർത്തത് മൊത്തം കോൺഗ്രസ്സുകാരും UDFകാരുമാണ്. അല്ലാതെ എതിർ പാർട്ടിയിൽ നിന്നും ആരും കമാനരക്ഷണം മിണ്ടിയിട്ടില്ല. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പത്രസമ്മേളനം വിളിച്ച് അന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് അഴിമതിയാണെന്ന്. ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്രയും ശക്തരായിട്ടുള്ള, അതായത് കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ പോലും ഇതിനെതിരെ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ചന്ദ്രശേഖരന് വീണ്ടും പാർട്ടി സംരക്ഷണം നൽകുന്നത്? അതിനെപ്പറ്റി ഇപ്പോൾ കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ എല്ലാ കാര്യത്തിനും രണ്ട് അഭിപ്രായമുണ്ടല്ലോ. ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് കാര്യങ്ങളിലൊക്കെ പരിശോധിച്ചാലും അതുണ്ട്. കോൺഗ്രസ്സിൽ എപ്പോഴും അങ്ങനെ ഒരാളുടെ അപ്രമാദിത്വം അംഗീകരിക്കത്തില്ല. ഇതിൽ തന്നെ ഈ വിഷയത്തിൽ തന്നെ അങ്ങനെ അഭിപ്രായം ചന്ദ്രശേഖരനെ അനുകൂലിക്കുന്ന ഒരു ഭാഗം നേതാക്കന്മാരുണ്ട്. സത്യം അത് ഞാൻ പേരൊന്നും പറയുന്നില്ല. അത് പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ ചന്ദ്രശേഖരനെ അനുകൂലിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് പുള്ളിക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. ഇപ്പോൾ മുഹമ്മദ് ഹനീഷിനെ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ പോലും കോടതിയെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് കോടതിയിൽ ഹാജരാകാത്തത്. ഒടുവിൽ കോടതിക്ക് സ്വരം കടുപ്പിക്കേണ്ടി വന്നു. അപ്പോൾ മുഹമ്മദ് ഹനീഷിനെ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥന് കോടതിയിൽ ഹാജരാകാതിരിക്കാനുള്ള ധൈര്യം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അത്രയും ശക്തരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കണ്ടേ? തീർച്ചയായിട്ടും. ഇത് 2020 ഒക്ടോബർ മാസമാണ് സംസ്ഥാന സർക്കാരിന് CBI ഇവരെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി, അന്വേഷണം പൂർത്തിയാക്കിയിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ PC ആക്ട് പ്രകാരം, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം 2020 അന്നത്തെ ഞാൻ അതിൻ്റെ നോട്ട് ഫയൽ വിവരാവകാശ പ്രകാരം വെച്ച് മേടിച്ചതാണ്. അന്ന് നിയമപ്രകാരം ഇത് അന്നത്തെ കാഷ്യൂ സെക്രട്ടറി അല്ലെങ്കിൽ വ്യവസായ സെക്രട്ടറി കാഷ്യൂവിന് മാത്രമാണ് ഈ ഉത്തരവിടാനുള്ള അധികാരം കോടതിയുടെ മുമ്പിൽ. അന്നത്തെ കാഷ്യൂ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു ഫട്ടായിരുന്നു. പൂർണ്ണ പേര് ഞാൻ ഓർക്കുന്നില്ല. കാസർഗോഡുകാരനായ ഒരു ഫട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മന്ത്രി ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, ഇവർ രണ്ടുപേരും ഈ പ്രോസിക്യൂഷൻ സാങ്ഷൻ അംഗീകരിച്ചു. ആ ഫയൽ കണ്ടിട്ടുള്ള അതുവരെ മന്ത്രി വരെ കണ്ടിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാൻ അനുമതി നൽകി. അതിനകത്ത് ഫയലിൽ എഴുതിയതാണ്. മന്ത്രിയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി കൊടുത്തപ്പോൾ ഈ ഫയല് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വിളിപ്പിച്ചിട്ട് പിന്നീട് മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞത് നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് അനുമതി നിഷേധിച്ചതെന്നാണ്. നമുക്കിപ്പോൾ അറിയാമല്ലോ, ഇപ്പം ഈ നിയമോപദേശം മേടിക്കുന്നതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇന്നതിഞ്ഞ് എഴുതി കൊണ്ടുവരാനാണ് പറയുന്നത്. അവർക്ക് വേണ്ടപ്പെട്ട രീതിയിൽ ഇപ്പം മുഖ്യമന്ത്രിയുടെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ അത് കണക്ക് എഴുതി കൊണ്ട് കൊടുക്കുക. അതാണ് നിയമോപദേശം. അതുകൊണ്ടാണ് ഇത് കോടതി നിൽക്കാഞ്ഞത്. ഇത് യഥാർത്ഥ നിയമോപദേശമല്ല, ഇത് നിയമപ്രകാരമുള്ള ഉപദേശമല്ല. ഇത് അന്നത്തെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ഉപദേശമായതുകൊണ്ടാണ് ഇത് സുപ്രീം കോടതി വരെ പോയിട്ടും നിൽക്കാൻ ഇത് സ്റ്റാൻഡ് ചെയ്യാനിത്. അങ്ങനെ ഒരു ഉപദേശം മേടിച്ചിട്ട് ഈ ഫട്ടെന്ന് പറഞ്ഞ IAS ഉദ്യോഗസ്ഥനെ ഒരു ചുമതലയും കൊടുക്കാതെ മാറ്റി നിർത്തിയിട്ട് പകരം വേറൊരു ഉദ്യോഗസ്ഥനെ കാഷ്യൂ സെക്രട്ടറിയാക്കി. അദ്ദേഹത്തിനെ കൊണ്ടാണ് ഈ അനുമതി നിഷേധിക്കുന്നത്. പട്ടിനെ സ്ഥാനത്തുനിന്ന് മാറ്റിയെന്ന് മാത്രമല്ല, വേറെ ഒരു ചുമതലയും കൊടുത്തില്ല. പിന്നീട് കൊടുത്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അന്ന് കൊടുത്തില്ല. ഇത് പത്രവാർത്തയായിരിക്കും. അന്നേരം അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് അത്രത്തോളം താല്പര്യം ഈ കേസിലുണ്ട്. അതാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തുന്നത്. അതെ, അവിടെയാണ്. കാരണം INTUC നേതാവായിട്ടുള്ള R ചന്ദ്രശേഖരനെ പിണറായി വിജയൻ ഇത്രയധികം സംരക്ഷിക്കുമ്പോൾ അതിൽ പിണറായി വിജയൻ എന്ത് താല്പര്യമുണ്ട്, എന്ത് പങ്കുണ്ടെന്നുള്ള കാര്യം ഊഹിക്കാനുള്ള ഏകദേശം ശേഷിയൊക്കെ കേരളത്തിലെ സമൂഹത്തിനുണ്ട്. കറക്റ്റാണത്. അതിനകത്തൊന്ന് ഇതിൽ നടന്നിട്ടുള്ള അഴിമതിയുടെ പണം, അതാണ് അവരെ ഇപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പിന്നെ INTUC എന്നൊരു സംഘടന CPM-ന് വേണ്ടിയായിരുന്നു. രണ്ടാം തുടർ ഭരണം വന്നപ്പോൾ ചന്ദ്രശേഖരൻ ഇറക്കിയൊരു പ്രസ്താവനയുണ്ട്. തുടർ ഭരണം പ്രതീക്ഷ നൽകുന്നു. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവോ INTUC നേതാവോ ഏറ്റവും താഴെത്തട്ടിലുള്ള ബൂത്ത് പ്രസിഡന്റ് പോലും അങ്ങനൊരു പ്രസ്താവന ഇറക്കത്തില്ല. പത്രത്തിലൊന്നും വാർത്ത ചെയ്ത്
തുടർ ഭരണം പ്രതീക്ഷ നൽകുന്നു, സർക്കാരിന് എല്ലാവിധ ആശംസകളും എന്ന് പറഞ്ഞ് പ്രസ്താവന ഇറക്കിയ നേതാവാണ് ചന്ദ്രശേഖരൻ. അന്നേരം അവരുമായിട്ട് അത്ര നല്ല ബന്ധമാണ്. ആ ബന്ധം ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പല ഏജൻസികൾ ഈ വിഷയം ആദ്യം അന്വേഷിച്ചു, ഒടുവിൽ വിജിലൻസിലെത്തി, പിന്നീടാണ് അത് CBIക്ക് പോകുന്നത്. അപ്പോൾ ഈ ഏതൊക്കെ ഏജൻസികളാണ് കേരളത്തിൽ ഇത് അന്വേഷിച്ചത്? ധനകാര്യ വകുപ്പ് 3-4 പ്രാവശ്യം അന്വേഷിച്ചു, അതെല്ലാം അഴിമതിയാണ്, അതിൻ്റെ പരാതിയിലാണ്. വ്യവസായ വകുപ്പ് അന്വേഷിച്ചു, അതും അഴിമതി കണ്ടെത്തി. നിയമസഭാ സമിതി പരിശോധിച്ചു, അവരും അഴിമതിയാണെന്ന് കണ്ടെത്തി. CAG റിപ്പോർട്ട് 3-ലധികം റിപ്പോർട്ട് CAGയുടെ വന്നു. അത് കൂടാതെ അവസാനം വിജിലൻസ് വരുന്നത്. വിജിലൻസും പറഞ്ഞ് അന്വേഷണം നടത്തി അവർ ഇട്ടാണ് ക്വിക്ക് വെരിഫിക്കേഷൻ. പക്ഷേ അതിന് FIR ഇട്ട് അന്വേഷിക്കാൻ അനുമതി കൊടുത്തില്ല. അതിനെ തുടർന്നാണ് ഞാനിത് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത് 2014. അങ്ങനെ ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞപ്പം ഗവൺമെൻറ് കോടതി വന്ന് പറഞ്ഞു, ഞങ്ങളൊരു എക്സ്പെർട്ട് കമ്മിറ്റിയെ കൊണ്ട് അന്വേഷിപ്പിക്കാം. അന്നേരം 11 റിപ്പോർട്ടുകളാണ് ഞാൻ കോടതി കൊടുത്തത്. ഈ നേരത്തെ പറഞ്ഞ 5 ഏജൻസികളുടെ 11 റിപ്പോർട്ട് കൊടുത്തപ്പോൾ സർക്കാർ പറഞ്ഞു ഞങ്ങൾ ഇനി വിജിലൻസ് എക്സ്പെർട്ട് കമ്മിറ്റിയെ കൊണ്ട് അന്വേഷിപ്പിക്കാമെന്നും പറഞ്ഞ് ധനകാര്യ വകുപ്പ് സെക്രട്ടറി അന്ന് V. സോമസുന്ദരമായിരുന്നു, സാറായിരുന്നു. അദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറി ധനകാര്യമായിരുന്നു. വ്യവസായ സെക്രട്ടറി ശ്രീ PH കുര്യനായിരുന്നു. അതിനകത്തൊക്കെ വേറെ കുറച്ച് കളി നടന്ന് ഞാനത് സമയ ചുരുക്കം കൊണ്ടത് പറയുന്നില്ല. അങ്ങനെ ധനകാര്യ വകുപ്പ് സെക്രട്ടറി ചെയർമാനും PH കുര്യൻ ഉൾപ്പെടെയുള്ള 5 ഉദ്യോഗസ്ഥന്മാരെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി വെച്ചു. അത് കോടതി പറഞ്ഞു. അതിനകത്തുള്ള ഈ ഒരു കളി നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കോടതി പറഞ്ഞു കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കേണ്ടത് ധനകാര്യ സെക്രട്ടറിയാണെന്ന് പറഞ്ഞു. അത് ഉത്തരവിൽ തന്നെ പറഞ്ഞു. അത് സർക്കാരിന് അത് PH കുര്യനെ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് കോടതിക്ക് മനസ്സിലായതുകൊണ്ടാണ് ധനകാര്യ വകുപ്പ് സെക്രട്ടറിയൊക്കെ അന്ന് V. സോമസുന്ദരമായിരുന്നു. സാറ് പെട്ടെന്ന് തന്നെ ആ ഒരു മാസത്തിനകം തന്നെ ഡെപ്യൂട്ടേഷനിൽ വ്യോമയാന സെക്രട്ടറിയായിട്ട് കേന്ദ്രത്തിൽ പോയി. അപ്പോൾ പകരം വന്ന ധനകാര്യ സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാം ആയിരുന്നു. സാർ അങ്ങനെ സാറ് വന്ന് ആണ് ഇതിനകത്ത് സാറ് അന്വേഷണം നടത്തിയിട്ട് സാറ് ഹൈക്കോടതിക്ക് നേരിട്ട് റിപ്പോർട്ട് കൈമാറി. എന്താ റിപ്പോർട്ട്? സീൽഡ് കവറിൽ ഇത് വലിയ അഴിമതിയാണ്, ഇത് CBI തന്നെ അന്വേഷിക്കണം, ഇത് ആഫ്രിക്ക ഇറക്കുമതി ചെയ്ത തോട്ടണ്ടിയിൽ കോങ്കോ പോലെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്താണല്ലോ. ടാൻസാനിയ, ഐവറി കോസ്റ്റ് തുടങ്ങിയ ഘാന, അങ്ങനെ തുടങ്ങിയ 6-7 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത തോട്ടണ്ടിയിൽ നടന്ന തട്ടിപ്പാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എബ്രഹാം സാറ് CBI അന്വേഷണവും PH കുര്യൻ വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്തു. കോടതിയിൽ ഗവൺമെൻറ് അന്നേരം വിജിലൻസ് അന്വേഷണം നടത്താമെന്ന് അങ്ങോട്ട് പറഞ്ഞു കോടതിയുടെ അനുമതിക്ക് വേണ്ടി. കോടതി പറഞ്ഞു ഇത്രയും നാൾ അന്വേഷിക്കാത്തത് ഇനി അന്വേഷിക്കേണ്ട, ഇത് വിദേശ ഇടപാടായതുകൊണ്ട് CBI തന്നെ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് 2025 സെപ്റ്റംബർ 23 CBI അന്വേഷിക്കാൻ ഉത്തരവിട്ടു. അന്നേരം CBI ഉൾപ്പെടെ ഈ രാജ്യത്തെ 7 ഏജൻസികൾ അന്വേഷിച്ച അഴിമതിയാണിത്. ഇതിനപ്പുറം ഈ 8ാമതൊരു ഏജൻസി ഇല്ല. അതെ, ഏറ്റവും പ്രൈം ഈ രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി CBI അഴിമതി അന്വേഷിക്കേണ്ട പ്രൈം ഏജൻസിയാണ്. CBI അന്വേഷിച്ച് അഴിമതി കണ്ടെത്തി. ഈ അഴിമതി കണ്ടെത്തിയത് തിരുവനന്തപുരം CJM കോടതി മുതൽ സുപ്രീം കോടതി വരെ ഇത് അഴിമതിയാണെന്ന് അംഗീകരിക്കുകയും ചെയ്തു CBIയുടെ ഫൈൻഡിങ്സ്. അന്നേരം നമുക്കറിയാം ഏറ്റവും താഴെത്തട്ടിലെ കോടതി CJM കോടതിയാണ്. ഒരു കുറ്റം ചെയ്താൽ അത് CJM കോടതി മുതൽ സുപ്രീം കോടതി വരെ മേളിൽ കോടതിയില്ല. അന്നേരം ഈ ഇത്രയും കോടതികളും ഹൈക്കോടതി ഇതിനിടയ്ക്കുള്ള കോടതികളെല്ലാം അംഗീകരിച്ചു. സുപ്രീം കോടതിയും പറഞ്ഞ അഴിമതിയാണ്, പ്രതികൾ വിചാരണ നേരിടണം. അതാണ് ഈ കേസ്. ആ കേസാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ സാങ്ഷന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി V. D. സതീശൻ അദ്ദേഹം പോലും മുഖ്യമന്ത്രി ആയതിനു ശേഷം മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞ ഉത്തരം ഇതിനെക്കുറിച്ച് പഠിക്കട്ടെ എന്നാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾ UDF പ്രതിപക്ഷത്തായിരുന്നു. 5 വർഷങ്ങൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ V. D. സതീശൻ പ്രതിപക്ഷ നേതാവുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഇതിനെക്കുറിച്ച് പഠിക്കട്ടെ എന്നാണ്. അപ്പോൾ ഈ സർക്കാർ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഇതിനകത്ത് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഈ കേസ് നിൽക്കുന്നത്. ഹൈക്കോടതി 3 പ്രാവശ്യം ശ്രീ പിണറായി സർക്കാർ അനുമതി നിഷേധിച്ച് കൊണ്ട് ഇറക്കിയ ഉത്തരവ് റദ്ദ് ചെയ്തു.
റദ്ദ് ചെയ്തിട്ട് ഇപ്പം 4ാമത്തെ പ്രാവശ്യം കടുപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് അനുമതി കൊടുക്കുന്നതിന് കാര്യത്തിൽ തീരുമാനം എടുത്തിരിക്കണമെന്ന് കോടതി പറഞ്ഞു. അതിൻ്റെ ഇടയിലാണ് ഈ 3ാമത്തെ ഉത്തരവ് റദ്ദ് ചെയ്തുകൊണ്ട് വ്യവസായ വകുപ്പ് സെക്രട്ടറി അന്നത്തെ മുഹമ്മദ് ഹനീഷിനെതിരെ കോടതി കോർട്ടലക്ഷ്യ കേസും കൂടെ എടുത്തു. അങ്ങനെ അതും ഇപ്പോൾ പെൻഡിങ്ങിലാണ്. ഇപ്പം ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച കോടതിയിൽ ശ്രീ മുഹമ്മദ് ഹനീഷ് നേരിട്ട് ഹാജരായി. അദ്ദേഹം മാപ്പപേക്ഷ രേഖാമൂലം കൊടുത്തു. പരസ്യമായിട്ട് കോടതി പറയുകയും ചെയ്തു. അത് പരിഗണിക്കുന്നത് കൂടി ഇനിയിപ്പോൾ ഈ വ്യാഴാഴ്ച 2-ാം തീയതിത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അന്നേരം ഈ 2-ാം തീയതിക്ക് അകം പുതിയ കാഷ്യൂ സെക്രട്ടറി ശ്രീ കെ ബിജു IAS ഈ അനുമതി കൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്ത് കോടതി അറിയിക്കണം. എന്നിട്ട് 2-ാം തീയതി ഈ 2 കേസും കൂടെ ഒരുമിച്ചാണ് പരിഗണിക്കുന്നത്. അനുമതിയും കൊടുക്കണം, അദ്ദേഹത്തിനെതിരെയുള്ള നേരത്തെയുള്ള സെക്രട്ടറിക്കെതിരെയുള്ള കോർട്ടലക്ഷ്യ കേസും കൂടാണ് പരിഗണിക്കുന്നത്. രണ്ടും കൂടെ ഒരുമിച്ചാണ് കോടതി കേൾക്കുന്നത്. അങ്ങനെ കോടതി ഇതിനകത്ത് വളരെ നിയമപരമായി സ്ട്രോങ് നിലപാടിൽ നിൽക്കുകയാണ്. പിന്നെ മുഖ്യമന്ത്രിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം കോടതിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഫയലാണിത്. അന്നേരം കഴിഞ്ഞ സർക്കാർ 3 തവണ അവഗണിച്ച കേസ്. അന്നേരം അദ്ദേഹം ഒരു ചോദ്യത്തിന് പെട്ടെന്ന് റിയാക്ട് ചെയ്തതാണ് ഞാൻ പഠിക്കട്ടെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള 2ാമത്തെ പ്രസ് മീറ്റായിരുന്നത്. 10 ദിവസത്തേക്കകം നടന്ന ഒരു പത്രസമ്മേളനത്തിലാണ് ഈ ചോദ്യം വരുന്നത്. ഞാനത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. അന്നേരമാണ് അദ്ദേഹം പറയുന്നത് ഞാനൊന്ന് ഇരുന്നതേ ഉള്ളൂ, ഒന്ന് പഠിക്കട്ടെന്ന്. അന്നേരം ഇപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് VD സതീശൻ എന്ന മുഖ്യമന്ത്രി ഇതിന് എതിരെ ഒരു നിലപാടെടുക്കത്തില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാര്യം അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെയാണ്. അദ്ദേഹത്തിൽ നിന്നും ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ ജനം ആഗ്രഹിക്കുന്നതാണ്. ഇത് അഴിമതിയാണെന്ന് അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം. അതെനിക്ക് ബോധ്യമുള്ളൊരു കാര്യമാണ്. അന്നേരം അദ്ദേഹം മറിച്ചൊരു തീരുമാനം ഇതിനകത്തുണ്ടാകത്തില്ല. അതുകൊണ്ടായിരിക്കാം ഈ 10 ദിവസത്തിന് വന്ന ഒരു കാര്യമായോണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ ഒരു മറുപടി പറഞ്ഞത്. ഇപ്പം പിന്നെ ശ്രീ ചന്ദ്രശേഖരൻ അദ്ദേഹത്തിനൊരു സ്വീകരണം ഒരുക്കിക്കൊണ്ട് ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരു പ്രോഗ്രാം നടത്തി. മുഖ്യമന്ത്രി പങ്കെടുത്തില്ല. പക്ഷെ പങ്കെടുത്തില്ലെങ്കിൽ പോലും അദ്ദേഹം അവസാന നിമിഷം അതിൽ നിന്ന് പിന്മാറി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ആദ്യം ആ ഒരു ക്ഷണമുണ്ടായപ്പോൾ പോലും അതിനെ എതിർക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അത് ശരിയാണ്. അത് എന്തോന്നുള്ളത് എനിക്കറിയണം. പക്ഷെ നമുക്ക് മുഖ്യമന്ത്രി എന്ന നിലയിൽ തൊട്ട് 1 കിലോമീറ്ററിനകത്ത് നിയമസഭയിലുള്ള മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് അതൊരു നമുക്കൊരു ശുഭപ്രതീക്ഷ എപ്പോഴും വേണമല്ലോ. കാരണം അഴിമതിക്കാരനാണ് ചന്ദ്രശേഖരൻ എന്ന് അറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയെ ചാക്കിലാക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രീതി പിടിച്ചു പറ്റാനായിരിക്കണമല്ലോ പിന്നെ ചന്ദ്രശേഖരൻ അങ്ങനെ ഒരു സ്വീകരണം ഒരുക്കിയത്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അതിൽ നിന്ന് പിന്മാറിയത്. അത് ഉറപ്പായ കാര്യമില്ലേ? കാര്യം കേരളത്തിൽ ആദ്യമായി ഒരു വനിതാ തൊഴിൽ മന്ത്രി ഉണ്ടായ സമയമാണ്. ആദ്യത്തെ വനിതാ തൊഴിൽ മന്ത്രിയാണ് ശ്രീമതി ബിന്ദുകൃഷ്ണ. 30 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസിന് ഒരു തൊഴിൽ വകുപ്പ് മന്ത്രിയെ കിട്ടുന്നത്. ബിന്ദുകൃഷ്ണയുടെ ഓഫീസിൽ നിന്ന് നോക്കുന്നത് ഈ സമ്മേളന സ്ഥലത്തോട്ടാണ്. ബിന്ദുകൃഷ്ണയുടെ ഓഫീസിൽ നിന്ന് നോക്കിയാൽ അതിൻ്റെ താഴെയാണ് ഈ സമ്മേളനം നടന്നത്. ഒരു ദൂരവും ഇല്ല. അന്നേരം ആ പരിപാടിക്ക് തൊഴിൽ മന്ത്രിയെ പോലും പങ്കെടുക്കാതെ ചുവന്ന പരവതാനിയെല്ലാം വിരിച്ച് നടത്തിയ ഒരു സമ്മേളനത്തിൽ വേറെ ആരും ഇല്ലായിരുന്നു. തിരുവനന്തപുരം DCC പ്രസിഡന്റിനെയോ KPC പ്രസിഡന്റിനെയോ ആരെയും പങ്കെടുപ്പിച്ചില്ല. അന്നേരം എൻ്റെ കൂടെ മുഖ്യമന്ത്രിയുണ്ട് എന്ന് ചിലരെ കാണിക്കാൻ വേണ്ടി ഞാൻ അടിവരയിട്ട് പറയുന്നു, ചിലരെ കാണിക്കാൻ വേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയനിൽ നിന്ന് നേടിയ ചില കാര്യങ്ങളുണ്ട്. അത് വീണ്ടും തുടർന്ന് പോകുന്നതിന് വേണ്ടി ചിലരെ കാണിക്കാൻ വേണ്ടി നടത്തിയ ഒരു സമ്മേളനം, അല്ലാതെ തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിയ സമ്മേളനമല്ല. ഇത് ചന്ദ്രശേഖരൻ്റെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അത് തുടരുന്നതിനും വേണ്ടി നടത്തിയ സമ്മേളനമായിരുന്നു. രാവിലെ 10 മണിക്ക് INTUC സമ്മേളനത്തിലൊന്നും പാട്ട് കച്ചേരിയൊന്നും നടത്തിയതായിട്ട് ഞങ്ങൾക്ക് ഓർമ്മയൊന്നുമില്ല. കേരളത്തിൽ അങ്ങനെ ഞാൻ പലയിടത്തും ചോദിച്ചു. അന്നേരം സമ്മേളനത്തിൽ അങ്ങനെ പാട്ട് കച്ചേരിയോടെ തുടങ്ങുന്നു. പിന്നെ ചുവന്ന പരവതാനി വിരിച്ച് മുഖ്യമന്ത്രിക്കും ശ്രീ ചന്ദ്രശേഖരനും വേണ്ടി മാത്രം പ്രത്യേക ഒരു പരവതാനി വിരിച്ച് അതിലേക്കൂടെ വേറെ ആരും നടക്കരുത്, അത് വലിയ വേലി കെട്ടി തിരിച്ച് എല്ലാം ഇരുത്തുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അതൊന്നും കോൺഗ്രസിലോ INTUCയിലോ ഒന്നും നടക്കാത്ത കാര്യം. പിണറായി വിജയനെ യോജിക്കുന്ന കാര്യം. എനിക്ക് തോന്നുന്നു അദ്ദേഹം പിണറായി വിജയനോടൊപ്പം നടന്ന് പഠിച്ച ശീലങ്ങളായിരിക്കും ഇതൊക്കെ. ഒരുപക്ഷെ പിണറായി വിജയനെ പോലെ വാഴ്ത്തുപാട്ട് പാടുമ്പോൾ സുഖിക്കുന്ന അതിനോടൊപ്പം നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് VD സതീശൻ എന്ന് ഒരു പക്ഷേ അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവണം. ഉറപ്പായിരിക്കും. അത് അവിടെ മാത്രം ചിലവാകുന്ന കാര്യങ്ങളാണ്. ഇടതുപക്ഷത്തിലും CPM-ലും ഒക്കെ ഇതൊക്കെ നടക്കും. അവിടെ ഏകാധിപത്യം. പക്ഷെ കോൺഗ്രസ്സിൽ ഇതൊന്നും നടക്കത്തില്ല. അത് ഒരു പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിക്ക്
ഇതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കാണത്തില്ലായിരിക്കാം. അദ്ദേഹത്തിന് ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസ് സംവിധാനവും ഒക്കെ മുഖ്യമന്ത്രിക്കുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും അദ്ദേഹം പങ്കെടുക്കാഞ്ഞത്. പിന്നെ അദ്ദേഹം പങ്കെടുക്കാഞ്ഞത് കേരളീയരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നൊരു കാര്യം മുഖ്യമന്ത്രിയിൽ നിന്നും മലയാളികൾ ഇങ്ങനൊന്നും പ്രതീക്ഷിക്കുന്നില്ല, നല്ലതേ ചെയ്യൂ എന്നാണ് അവർക്ക് ബോധ്യം. ജനങ്ങളുടെ മനസ്സറിഞ്ഞ് അദ്ദേഹം പ്രവർത്തിച്ചതിന് നമുക്ക് സന്തോഷമുണ്ട്. തീർച്ചയായും എനിക്ക് നന്ദിയുണ്ട് അതിനകത്ത്. അതെ അതെ. പിന്നെ അതുപോലെ തന്നെയാണ് ഈ നവകേരള സർക്കിട്ട്, ഞാനതിന് നവകേരള സർക്കിട്ട് എന്ന് വിളിക്കൂ, കാരണം സദസ് എന്നൊക്കെ അവർ പറയുമെങ്കിലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. സർക്കിട്ടായിരുന്നു. ആ സർക്കിട്ടിനിടയിൽ കൊല്ലത്ത് പിണറായി വിജയന്റെ ആ ഒരു യാത്ര എത്തിയ സമയത്ത് കശുവണ്ടി കൊണ്ട് എനിക്കത് പറയാൻ തന്നെ നാണം വരും. ലക്ഷക്കണക്കിന് രൂപയുടെ കശുവണ്ടി, അതായത് ലക്ഷക്കണക്കിന്, ഏകദേശം 5 ലക്ഷത്തോളം രൂപയുടെ കശുവണ്ടി മുടക്കിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ചിത്രം അവിടെ ഉണ്ടാക്കിയത് അല്ലേ? അതിനെക്കുറിച്ച് കൊല്ലം ബീച്ചിലാണ് എല്ലാവരും അത്ഭുതപ്പെട്ടു ഒരു കാര്യമാണ്. അത് ചെറുതായിട്ടൊന്നുമല്ല, അതൊരു 10-500 സ്ക്വയർ ഫീറ്റ് വരുമെന്ന് തോന്നുന്നു. അത്രയും വലിയ ഒരു തലയാണ് പിണറായി വിജയന്റെ. നമ്മൾ പല രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ പിന്നെ മണൽ കൊണ്ടുള്ള ശില്പമൊക്കെ അവിടെ പലരും കൊല്ലം ബീച്ചിലുണ്ടാക്കും. പക്ഷെ ഇത് കശുവണ്ടിയും കൊണ്ടാണ് ഈ ശില്പം ഉണ്ടാക്കിയത്. എന്തൊരു അസംബന്ധമാണെന്ന് നോക്കിയുള്ള, കാരണം പാവപ്പെട്ട അഹങ്കാരത്തിന്റെ അവസാനമായിരുന്നത്. അത് പിണറായി വിജയന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന കുറെ പേരുണ്ടല്ലോ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ. പാവപ്പെട്ട സ്ത്രീ തൊഴിലാളികളോടുള്ള, കശുവണ്ടി തൊഴിലാളികളോടുള്ള ഒരു അവഹേളനമല്ലേ അതൊക്കെ? തീർച്ചയായിട്ടും ഇത് വിലയ്ക്ക് മേടിച്ചോണ്ട് പോയൊന്നുമല്ല. ഈ ഫാക്ടറിയിൽ നിന്ന് എടുത്തോണ്ട് പോയ പരിപ്പും തോട്ടണ്ടിയുമാണിത്. ഇത് ഇവർക്ക് നഷ്ടമൊന്നുമില്ല. ഇത് ഞാൻ അതിന് രംഗത്ത് വന്നതാണ്. ഈ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയ കശുവണ്ടി പരിപ്പ്, അതിനകത്ത് പല കളറുകൾ, നമ്മളെ സ്കിന്നിനനുസരിച്ചുള്ള കളർ എല്ലാം കൂടെ ചേർത്താണ്. വേസ്റ്റ് ആയത് കൊണ്ട് പിന്നെ വീണ്ടും പിന്നെ അത് പാക്ക് ചെയ്യാൻ ശ്രമം നടത്തി. ഞാനത് ഇല്ലാതാക്കിയത്. കാര്യം അത് പിന്നെ ഒന്നാമത് ബീച്ചിലെ മണ്ണിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് അപ്പോൾ അറിയാലോ എന്തൊക്കെയായിരിക്കും. മണലിൽ നിരത്തി ശില്പം ഉണ്ടാക്കിയതിന് ശേഷം ഇതിനെ കഴുകി വീണ്ടും പാക്ക് ചെയ്യാൻ ശ്രമം നടത്തി. ഞാനാണ് അത് തടഞ്ഞത്. പിന്നെ അത് നശിപ്പിച്ചു കളഞ്ഞു. അത് നശിപ്പിച്ചെന്നാണ് അറിയുന്നത്. പിന്നെന്തോ ഇതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ അനുവദിച്ചില്ല. അന്നേരം ഈ ഒരു സർക്കാർ എത്രത്തോളം അഹങ്കരിക്കാം. ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ നാട്ട് രാജാക്കന്മാരുടെ കാലത്താണ് നമ്മൾ വായിച്ചൊക്കെ കേട്ടിട്ടുള്ളത്, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു വേർഷനായിരുന്നത് കശുവണ്ടി മാലയൊക്കെ ഇട്ട് കൊടുക്കും നേതാക്കന്മാർക്ക്. അത് ചിലപ്പോൾ 1-2 കിലോയുടെ 10,000 രൂപയുടെ കാര്യമുള്ളൂ. ഇത് 5 ലക്ഷം രൂപയെന്ന് അവർ തന്നെ പറയുന്നു. എത്ര ലക്ഷം രൂപയായെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാര്യം കണക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ചെയ്തിരിക്കുക. അത് കൊല്ലം ബീച്ചിൽ അങ്ങനെ ഒരു ശില്പം ഉണ്ടാക്കി, അത് വലിയ വാർത്തയായി. അന്നേരം പിന്നെ ഈ പരിപ്പ് കൊണ്ടുപോയി തിരിച്ച് ഈ ഐത്തിൽ ഫാക്ടറിയിൽ, അവിടെ ടൗണിൽ തന്നെ ഒരു ഫാക്ടറിയിൽ കൊണ്ടുപോയി അത് വൃത്തിയാക്കി വീണ്ടും പാക്ക് ചെയ്യാൻ ശ്രമം നടത്തി. അത് ഞാനാ തടയിച്ചത്. അന്നേരം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഭരണാധികാരിയുടെ അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റമായിരുന്നു. ആ ഭരണാധികാരിയെ സൂചിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമവും കൂടിയാണത്. ഈ കടകംപള്ളി മനോജ് എന്ന് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ചും ഇതുപോലെയുള്ള കോടിക്കണക്കിന് രൂപയുടെ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട് പ്രമുഖർക്കെതിരെ നിയമ പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തി എന്നൊക്കെ കേൾക്കുമ്പോൾ കേരളത്തിലെ പലരും കരുതുന്നത് വലിയ സാമ്പത്തികമൊക്കെയുള്ള വലിയൊരാളാണെന്നാണ്. പക്ഷേ താങ്കൾ ഒരു സാധാരണക്കാരനെ പോലെ ട്രെയിനിലാണ് തിരുവനന്തപുരത്തേക്ക് വന്നത്. ഇതൊക്കെ നിയമ പോരാട്ടം നടത്താനൊക്കെ വലിയ സാമ്പത്തികവും ആവശ്യമുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത്? നമ്മളെ ഇപ്പോഴത്തെ കാലത്ത് സാധാരണ ഒരു കേസ്, എൻ്റെ ഒരു വ്യക്തിപരമായ കേസ് ഇത്രയും നടത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് ലക്ഷക്കണക്കിന് രൂപ വേണ്ടി വന്നേനെ. വ്യക്തിപരമായ കേസാണെങ്കിൽ നമ്മളെ എൻ്റെ കേസ് നടത്തിയ അഡ്വക്കേറ്റ്മാരെ ശ്രദ്ധിക്കണം. ആദ്യം CBI കേസ് നടത്തിയത് അഡ്വക്കേറ്റ് സുധി വാസുദേവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എറണാകുളത്തുകാരനാണ്, കോഴിക്കോട് വടകരക്കാരനാണ്. ഇപ്പോൾ താമസം എറണാകുളത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് അന്ന് സീനിയർ അല്ലായിരുന്നു, ഇപ്പോൾ സീനിയർ ലോയറാണ്. ഞാൻ ആദ്യമായിട്ട് പൈസ കൊടുക്കുന്നത് എൻ്റെ ഭാര്യയുടെ ഒരു വള കടപ്പാക്കട മുത്തൂറ്റ് ബ്രാഞ്ചിൽ പണയം വെച്ചിട്ടാണ് പൈസ കൊടുക്കുന്നത്. ആ വള എനിക്ക് ഇന്ന് വരെ എടുക്കാൻ പറ്റിയിട്ടില്ല. അത് പോയി. 1.5 പവൻ്റെ ഒരു വളയാണ് പോയി. ഇപ്പോഴാ 1.5 പവന് നോക്കുകയാണെങ്കിൽ 1.5 ലക്ഷത്തിന് മുകളിൽ വിലയുണ്ട്. അന്ന് അത്രയും വിലയൊന്നും ഇല്ലായിരുന്നു. അന്നേരം ആ പൈസയാണ് ഞാൻ കൊടുക്കുന്നത്.
അതിന് CBI അന്വേഷണം, അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ടായിരുന്നു ഇതിനകത്ത് അന്വേഷണം വരുമെന്ന്. അത്രയുള്ള ഡോക്യുമെൻറ്റ്സ്, അതായത് അഡ്വക്കേറ്റ്സ്മാർക്കും കേസ് ജയിക്കുമ്പോൾ അവർക്കും സന്തോഷം ഉണ്ടാവും, അവർക്ക് പല കേസുകൾ കിട്ടും. അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ കേസ് കൊടുക്കുന്നത്, ഈ പ്രോസിക്യൂഷൻ സാങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കേസ് കൊടുക്കുന്നത്, ഞാൻ ഈ അഡ്വക്കേറ്റ് സുധീ വാസുദേവനെ തന്നെ സമീപിച്ച് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, മനോജ് എന്നെ ഇപ്പം മനോജ് താങ്ങത്തില്ലെന്ന് പറഞ്ഞു, തുറന്നങ്ങ് പറഞ്ഞു സാർ. കാര്യം നേരത്തെ എന്നെ എൻ്റെ വലിയ പൈസയൊന്നും പുള്ളി മേടിച്ചിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ പുള്ളി സീനിയർ ലോയറായി, അദ്ദേഹത്തിന് കുറേ പരിമിതികൾ വന്നു, അദ്ദേഹം കേസുകൾ പിന്നെ വളരെ കുറച്ചെടുക്കാൻ തുടങ്ങി. അന്നേരം ഞാൻ പിന്നെ അഡ്വക്കേറ്റ് D. അനിൽകുമാർ എന്നും പറഞ്ഞ് VS-ൻ്റെ കേസ്, ലോട്ടറി കേസ് നടത്തിയ VS-ൻ്റെ കാലത്ത് പ്രോസിക്യൂട്ടറായിട്ട്, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത ഒരു അഡ്വക്കേറ്റിനെയാണ് ഞാൻ ഏൽപ്പിക്കുന്നത്. വളരെ അന്വേഷണങ്ങൾ നടത്തിയതിന് ശേഷമാണ്. കാര്യം എനിക്കറിയാം ആദ്യത്തെ അഡ്വക്കേറ്റിനെ തന്നെ പിടിക്കാൻ ഇവർ നടത്തിയ ശ്രമം ഒരുപാടുണ്ട്. ഞാൻ നോക്കിയത് താങ്കളുടെ അഡ്വക്കേറ്റിനെ സ്വാധീനിക്കാൻ ശ്രമം നടത്തി. അഡ്വക്കേറ്റ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അന്നും ഇന്നും നോക്കുന്നത് മിടുക്കരെക്കാൾ കൂടുതൽ വിശ്വസ്തരെയാണ്, ക്രെഡിബിലിറ്റിയുള്ള ലോയേഴ്സിനെയാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. അതാണ് എനിക്ക് വിജയിക്കാൻ പറ്റിയത്. അതിന് രണ്ടാമത് കൊടുത്തത് അഡ്വക്കേറ്റ് D. അനിൽകുമാർ, എറണാകുളത്തുള്ള വൈക്കം സ്വദേശിയാണ്, എറണാകുളത്ത് സെല്ല് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ഒരു രൂപത്തിൽ തന്നെ ഒരു സാത്വികനാണ്, അധികം പൈസ മേടിക്കത്തില്ല. അദ്ദേഹം എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇത് മനോജിൻ്റെ കേസല്ല, ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ കേസാണ്. അതുകൊണ്ട് എനിക്ക് വലിയ പൈസ, വളരെ ഫയൽ ചെയ്യുന്ന പൈസയൊക്കെ വാങ്ങാറുള്ളൂ അദ്ദേഹം, അങ്ങനെ പൈസ മേടിക്കാറില്ല. പിന്നെ അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ ഇവർ പറയുന്നത് ഞാൻ സുപ്രീം കോടതി കേസ് നടത്തിയെന്നാണ്. ഇവർ പോകുമ്പോൾ എതിർകക്ഷി ഞാനാ, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അതെ, സുപ്രീം കോടതിയിൽ 2 പ്രാവശ്യവും വക്കീൽ അഡ്വക്കേറ്റ് ഹാജരായതിന് ഞാൻ സത്യം പറയുക, ഒരു നയ പൈസ ഞാൻ ഇതുവരെയ്ക്കും കൊടുത്തിട്ടില്ല. ആരായിരുന്നു അവിടെ ഹാജരായത്? അഡ്വക്കേറ്റ് P. പ്രകാശ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷക്കാലം കേരള സർക്കാരിൻ്റെ അഡ്വക്കേറ്റായിരുന്നു, സുപ്രീം കോടതിയിലെ ലോയറായിരുന്നു, ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരാകുന്ന. 10 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കാര്യം, അതിനു മുമ്പ് അച്യുതാനന്ദ സർക്കാരിൻ്റെ കാലത്തും അദ്ദേഹമായിരുന്നു. അതുകൊണ്ട് പിണറായി ഭരണത്തിൻ്റെ അവസാനത്തെ 2 വർഷത്തിന് മുമ്പ് അദ്ദേഹം ഒഴിയേണ്ടി വന്നു. 10 വർഷത്തിൽ കൂടുതലും കണ്ട് ഇരുന്നുകൂടാ, അതെന്തോ വയസ്സിൻ്റെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അതിനുശേഷമാണ് ഞാൻ കേസ് കൊടുക്കുന്നത്. ആ കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തീർന്ന കേസുകളാണ്. കാര്യം അഡ്മിഷന് വന്നപ്പോൾ തന്നെ നമ്മൾ അതിനെ എതിർത്തു, കേസ് കോടതി തള്ളി, നിങ്ങൾ വിചാരണ നേരിടാൻ പറഞ്ഞു. അങ്ങനെ ആയിരുന്നു 2 പ്രാവശ്യവും. ഏകദേശം മിനിറ്റുകൾക്ക് വ്യത്യാസത്തിൽ കേസ് തീർന്ന്. അദ്ദേഹം അതിനെൻ്റെ ഒരു രൂപ ഇന്ന് വരെ മേടിച്ചിട്ടില്ല. ഈ 3 അഡ്വക്കേറ്റ്മാർക്കും ഞാനുമായിട്ട് വേറൊരു ബന്ധമുണ്ട്. അത് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോവാം. എന്താണ്? ഞങ്ങൾ കൊല്ലത്ത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. അതിലൊരു കണ്ണിയാണ് ഞാനും. കൊല്ലത്തുനിന്നല്ല, കേരളത്തിൽ തന്നെ ശ്രീ ഗോകുലം ഗോപാലൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ ആ സംഘടനയിൽ. അതിന് എല്ലാ ജില്ലയിലും അതിൻ്റേതായ സംവിധാനമുണ്ട്. കൊല്ലത്ത് ഞങ്ങൾക്കൊരു ഓഫീസും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അന്നേരം ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസ് നടത്തുന്ന ഞങ്ങളുടെ ലോയേഴ്സാണ് ഈ 3 പേരും. ഓ, അത് ശരി, അത് ശരി. ആ സംഘടനയുടെ ലോയേഴ്സാണ് ഈ 3 പേരും. ഹൈക്കോടതിയിലും ശ്രീനാരായണ ധർമ്മവേദിയാണോ പറയുന്നത്? ശ്രീനാരായണ ധർമ്മവേദിയുണ്ട്, ശ്രീനാരായണ സംരക്ഷണ സമിതിയുണ്ട്, SNDP യോഗ ട്രസ്റ്റ് സംരക്ഷണ സമിതി. അതിലാണിപ്പം ഞങ്ങളിപ്പോൾ ഒരു അസോസിയേഷനായിട്ട് 3 എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. അന്നേരം ഈ കേസ് നടത്തുന്ന ലോയേഴ്സാണ് ഇവർ, ഈ 3 പേരും. ഇതിലെ പല കേസുകളും ഞങ്ങൾ കൊല്ലത്തുനിന്ന് കൊടുത്ത കേസുകൾ, കൊല്ലത്തുനിന്നുണ്ട്, എറണാകുളത്തുനിന്ന് കേസ് കൊടുക്കുന്നുണ്ട്, കോട്ടയത്തുനിന്ന് കേസ് കൊടുത്തിട്ടുണ്ട്. അന്നേരം ഈ കൊല്ലത്തുനിന്ന് കേസ് കൊടുക്കുന്ന ഇതിനെല്ലാം കൂടുതൽ ഈ അഡ്വക്കേറ്റ്മാരുമായിട്ട് ബന്ധപ്പെടുന്നത് ഞാനാണ്, അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ നോക്കുന്നത്. അന്നേരം ഇവരുമായിട്ട് എനിക്ക് നല്ലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അന്നേരം അതിനൊക്കെ നല്ല ഫീസുകളാണ് കൊടുക്കുന്നത്. അന്നേരം ആ ഒരു ബന്ധം കൂടെ ഇതിനകത്ത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു പക്ഷേ എൻ്റെ കയ്യിൽ നിന്നും ഇവരധികം ഫീസ് വാങ്ങാത്തത്. എൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല 3 പേർക്കും അറിയാം. പിന്നെ പ്രകാശ് സാർ എന്ന് പറഞ്ഞാൽ കൊല്ലത്തുകാരനാണ്. കൊല്ലം മയ്യനാടാണ് അദ്ദേഹത്തിൻ്റെ വീട്. ടൗണിലാണ് താമസിക്കുന്നത്, ഡൽഹിയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. വെക്കേഷൻ വരുമ്പോൾ ടൗണിലാണ് താമസിക്കുന്നത്. അങ്ങനെ അദ്ദേഹമായിട്ടൊക്കെ ഈ കേസുകൾക്ക് മുമ്പേ ഈ അഡ്വക്കേറ്റ്സ്മാരുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. അതും എനിക്ക് ഗുണമായിട്ടുണ്ട് ഇതിനകത്ത്. സ്വാഭാവികമായും ഇതുപോലെ ഒരു പോരാട്ടവുമായി പോകുമ്പോൾ എതിർഭാഗത്തുള്ളവർക്കറിയാം അവർ ചെയ്ത തെറ്റിൻ്റെ ആഴം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സ്വാഭാവികമായും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ ഭീഷണി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ കൊണ്ടായിരിക്കാം, സമ്മർദ്ദങ്ങൾ കൊണ്ടായിരിക്കാം. താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
ഉണ്ടായിട്ടുണ്ട്. എനിക്കെതിരെ അവർ 4-5 കേസ് കൊടുത്തു. കേസ്? ക്രിമിനൽ കേസ് 3 കേസ് കൊടുത്തു. പിന്നെ ആരാണ്? ചന്ദ്രശേഖർ. രതീഷ് കൊടുക്കുന്നത്, രതീഷ് നേരിട്ടല്ല, പലരെയും കൊണ്ട് കൊടുപ്പിച്ചിട്ടുണ്ട്. ഈ ഫാക്ടറിയിൽ മാനേജർമാരെയും മറ്റു ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടൊക്കെ കൊടുപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ എല്ലാ കേസും തീർന്നു, കോടതി എന്നെ വെറുതെ വിട്ട്. പിന്നെ രതീഷ് കൊടുത്തൊരു കേസുണ്ട്, 50 ലക്ഷം രൂപയുടെ മാനനഷ്ട കേസ്. ഞാൻ ഉന്നയിച്ച ഒരു ആരോപണത്തിനെതിരെ അദ്ദേഹം മാനനഷ്ട കേസ് പോയി. അവസാനം അദ്ദേഹം പിൻവലിച്ചുകൊണ്ട് പോകേണ്ടി വന്നു ആ കേസിൽ നിന്ന്. അന്നേരം പല രീതിയിലായിരുന്നു എന്നെ അവർ വേട്ടയാടിയത്. ഒന്ന്, ഏറ്റവും പ്രധാന, ആദ്യം തന്നെ ഇവർ എന്നെ പ്രലോഭനത്തിൽ വീഴ്ത്താൻ നോക്കി. എനിക്ക് ആദ്യം പറയുന്ന തുക 50 ലക്ഷം രൂപ. 2008 ഞാൻ ഇറങ്ങുമ്പം ഞാൻ പരാതിയായിട്ട് ഇറങ്ങുമ്പം ഇവരെന്നല്ല, അന്ന് രതീഷ്, അന്ന് ചെയർമാൻ ഇ കാസിം CPM നേതാവാണ്. അദ്ദേഹം പിന്നീട് മരണപ്പെട്ടു പോയി. ഈ കേസിലെ 2ാം പ്രതി ഇ കാസിം അദ്ദേഹം മരിച്ചു പോയതുകൊണ്ട് ആണ് പ്രതിപ്പെട്ട ഒഴിവായത്. അന്നേരം ഈ രതീഷ് അന്ന് എന്നോട് പറഞ്ഞത് 50 ലക്ഷം രൂപ തരും, വാടക വീട്ടിലല്ലേ താമസിക്കുന്ന, ഒരു വീടൊക്കെ മേടിച്ച് താമസിക്കും എന്ന് പറഞ്ഞു. ഞാനത് സന്തോഷപൂർവ്വം അങ്ങ് നിരസിച്ചു. നേരിട്ടാണോ? നേരിട്ട് തന്നെ പറഞ്ഞു. ഫേസ് ടു ഫേസ് ഓഫീസിൽ എന്നെ വിളിപ്പിച്ചിട്ട് സംസാരിക്കുന്നത്. അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഞാൻ കണ്ടതിനപ്പുറത്തായി അഴിമതി നടന്നിരുന്നു. ഏറ്റവും അവസാനം അവർ പറഞ്ഞ ഓഫർ എന്ന് പറഞ്ഞാൽ 10 കോടി രൂപ. 10 കോടി. 5 കോടി ശ്രീ രതീഷും 5 കോടി രൂപ ഈ തോട്ടണ്ടി കോൺട്രാക്ടർ. അടുത്തടുത്ത ദിവസങ്ങളാണ് പറയുന്നത്. അത് ഈ അടുത്ത കാലത്താണോ? അല്ല, 2015 ഹൈക്കോടതിയിൽ ഈ കേസിന്റെ അന്തിമ വാദത്തിന് മുമ്പ്. അപ്പോൾ 11 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ വേണമെങ്കിൽ വീണ്ടും ആ സമയം അവർക്ക് മനസ്സിലായി ഞാൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും വീഴത്തില്ല. അതിനകത്ത് അത് എന്നോട് പിന്നീട് അവർ പറയുന്നു. അത് കേസെല്ലാം ഉത്തരവെല്ലാം വന്നതിന് ശേഷം ശ്രീ രതീശൻ എന്നോട് പറഞ്ഞു, മനോജിനെ മനസ്സിലാക്കാൻ ഞങ്ങൾ വിട്ടുപോയി, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയെന്ന് എൻ്റെ അടുത്ത് പുള്ളി ഓപ്പണായിട്ട് പറഞ്ഞു. അതിൽ ഇവർ വിചാരിച്ചത് അത് അവരുടെ അത്രയും നാളത്തെ എക്സ്പീരിയൻസ് ആണ്. പല രീതിയിൽ ആൾക്കാരെ സ്വാധീനിക്കാമല്ലോ. സാമ്പത്തികം കൊടുത്ത് സ്വാധീനിക്കാം, ഭീഷണിപ്പെടുത്തി സ്വാധീനിക്കാം, കേസ് കൊടുത്ത് അവർ വരട്ടാം, അങ്ങനെ പല രീതിയിൽ ആൾക്കാരെ സ്വാധീനിക്കാം. അവർ എല്ലാ രീതിയിലും നോക്കി എന്നെ, ആ രീതിയിലെല്ലാം നോക്കി. എൻ്റെ വീട്ടിൽ 2 പേര് വന്ന് അച്ഛനും അമ്മയും, ഞാൻ ഒരുപാട് നാളൊക്കെ അറിഞ്ഞത്, അച്ഛനും അമ്മയെ ഭീഷണിപ്പെടുത്തിയായിരുന്നു. അവരെന്നോട് പറഞ്ഞില്ല, അത് പിന്നീടാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ അവരെല്ലാ രീതിയിലും നോക്കി എന്നെ. നിരന്തരം പോലീസിൽ പരാതി കൊടുക്കുമായിരുന്നു, എൻ്റെ സ്വത്ത് അന്വേഷിക്കാൻ പരാതി കൊടുക്കുമായിരുന്നു ഓരോരുത്തരെ കൊണ്ട്. ഒരു പ്രാവശ്യം ക്രൈംബ്രാഞ്ച് SP എന്നെ വിളിപ്പിച്ച്, അദ്ദേഹം വിളിപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മനോജിനെതിരെ പരാതി കിട്ടിയിട്ടുണ്ട്, സ്വത്തിനെക്കുറിച്ച് അന്വേഷിക്കണം. ഞാൻ അങ്ങനെ ചോദിച്ചു, സാറിന് ക്രൈംബ്രാഞ്ചിന് എൻ്റെ സ്വത്തിനെക്കുറിച്ച് അന്വേഷിക്കാൻ രാജ്യത്ത് നിയമം അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞു. നമ്മൾ ഈ കോടതിയിലൊക്കെ നടക്കുന്നുണ്ട്, അത്യാവശ്യം കാര്യങ്ങൾ അറിയാമല്ലോ. അതിന് അദ്ദേഹം പറയാൻ കറക്റ്റാണ്, പക്ഷേ മാവോയിസ്റ്റ് ഫണ്ടിങ് ഉണ്ട് മനോജിന്, അതാണ് പരാതിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞു. കാര്യം അതിന് തൊട്ട് മുമ്പ് കുണ്ട്രയിൽ 2 മാവോയിസ്റ്റുകളെ പോലീസ് പിടിച്ചെന്നും പറഞ്ഞൊരു വാർത്തയുണ്ടായിരുന്നു. അതിനെ കണക്ട് ചെയ്താണ് ഇവർ പരാതി കൊടുത്തത്. അതിന് മുമ്പും പരാതി കൊടുത്തു. അന്നേരം പോലീസിന് ഇത് അന്വേഷിക്കാൻ വകുപ്പില്ല. ഇവിടെ ED, IT അങ്ങനെയുള്ള ഏജൻസികൾക്ക്, ഇൻകം ടാക്സിനൊക്കെ അന്വേഷിക്കാൻ അധികാരമുള്ളൂ. കാര്യം ഞാൻ സർക്കാരിൻ്റെ 1 രൂപ ശമ്പളം പറ്റുന്ന അല്ലെങ്കിൽ ആനുകൂല്യം പറ്റുന്ന ഒരാളല്ല. അതെ. അന്നേരം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, കറക്റ്റാണ്, മനോജ് പറഞ്ഞ് കറക്റ്റ് തന്നെ, പക്ഷേ ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നത് ഈ മാവോയിസ്റ്റ് ബന്ധം മനോജിനുണ്ട് എന്ന് പരാതിയിലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് അന്വേഷിക്കണം. പിന്നെ അദ്ദേഹം പറഞ്ഞ്, മുകളിൽ നിന്ന് ഹൈ പ്രഷറുണ്ട്, മനോജിനറിയാമല്ലോ കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് ഞങ്ങൾ അന്വേഷിക്കും, സഹകരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പൂർണ്ണമായും സഹകരിച്ചു. അദ്ദേഹം എന്നെക്കുറിച്ച് നല്ലതും അന്വേഷിച്ചു, റിപ്പോർട്ട് കൊടുത്തെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഒരു തുടർ നടപടി ഉണ്ടായിട്ടില്ല. കാര്യം ഞാൻ പിന്നീട് എൻ്റെ അന്വേഷണത്തിൽ അറിഞ്ഞത്, പുള്ളി കൃത്യമായിട്ട് എൻ്റെ വരുമാന സ്രോതസ്സും എൻ്റെ വൈഫിൻ്റെ ജോലിയും എല്ലാം അന്വേഷിച്ച് നല്ലതുപോലെ റിപ്പോർട്ട് കൊടുത്തു. അതിനുശേഷമാണ് പിന്നെ ഈ പരാതി അവസാനിച്ചത്. അന്നേരം ഇവരെല്ലാ രീതിയിലും എന്നെ പോലീസിനെ കൊണ്ട് ശല്യം ചെയ്തു. അത് CPM ശല്യം ചെയ്തായിരുന്നു. അത് CPMന്റെ ഒരു ആയുധമായിരുന്നു. അത് പിന്നീട് ചന്ദ്രശേഖരൻ ഉപയോഗിച്ചു. UDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ എനിക്ക് നിരന്തരം പോലീസിൽ പരാതി ഇവർ കൊടുക്കത്തില്ല, വേറെ പലരെയും കൊടുക്കും, അവിടുത്തെ ജീവനക്കാരെ കൊണ്ട് കൊടുപ്പിക്കും. ആ ജീവനക്കാർ തന്നെ എൻ്റെ അടുത്ത് പറയും, ഇങ്ങനെ ഇവർ പറഞ്ഞിട്ടാ ചെയ്തതെന്ന്. അല്ല, ഈ ചന്ദ്രശേഖരനെ എപ്പോഴെങ്കിലും പിന്നീട് നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് കാണാറുണ്ട്, സംസാരിക്കാറില്ല. നേരിട്ട് പലപ്പോഴും കാണാറുണ്ട്. അദ്ദേഹം ഈ കേസ് നടക്കുന്ന സമയത്ത് പലരെയും, എനിക്കടുപ്പമുള്ള പലരിടത്തും ചെന്ന് ഞാനുമായിട്ടൊന്ന് സംസാരിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ഞാനെടുത്ത സ്റ്റാൻഡ് ഈ കേസ് അന്ന് 2014-15 ഈ കേസ് തീരാതെ സംസാരിക്കത്തില്ലെന്നായിരുന്നു. ആ സ്റ്റാൻഡിൽ ഞാൻ ഉറച്ചു നിന്നു. അതുകൊണ്ട് പാർട്ടി പരിപാടികളിൽ വെച്ച് കാണാറുണ്ട്, DCC വെച്ച് കാണാറുണ്ട്. പാർട്ടിയിൽ താങ്കൾക്ക് സമ്മർദ്ദമുണ്ടായോ ഈ കേസ് പിൻവലിക്കാൻ? കാരണം ചന്ദ്രശേഖരനെ സംരക്ഷിക്കുന്നതിൽ പാർട്ടിക്ക് ഒരു പങ്ക് ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. അത് കറക്റ്റ് തന്നെയാണ്. കോൺഗ്രസ് പാർട്ടിയിലെ ഒരുപറ്റ നേതാക്കന്മാർക്ക് ആ പങ്കുണ്ട് അതിനകത്ത്. പക്ഷേ എനിക്കങ്ങനെ പ്രഷർ വന്നിട്ടില്ല. കാര്യം എന്നെ സംരക്ഷിക്കാൻ ആദ്യകാലത്ത് ശ്രീ VM സുധീരനായിരുന്നു. എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഒരു നീക്കം നടന്നപ്പോൾ അന്ന് KPC പ്രസിഡന്റ് സുധീരൻ സാറായിരുന്നു. രാവിലെ 10 മണിക്ക് DCCയിൽ ഒരു കമ്മിറ്റി കൂടുന്നു. അത് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് താങ്കളെ പുറത്താക്കാൻ തീരുമാനിച്ചത്? എന്തോ ആരോപണമെന്ന് എനിക്കറിഞ്ഞൂടാ. അന്നേരം എൻ്റെ അടുത്ത് DCCയിൽ നിന്ന് ഒരു നേതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മനോജ് നിന്നെ പുറത്താക്കാനുള്ള ശ്രമമാണ്, രാവിലെ കമ്മിറ്റി കൂടിയിട്ടുണ്ട്, 2 DCC വൈസ് പ്രസിഡന്റുമാരെ ചുമതലപ്പെടുത്തി. വൈകിട്ട് 4 മണിയായപ്പോൾ ഇവർ റിപ്പോർട്ട് തയ്യാറാക്കി. വേറെ ആരും എഴുതി വെച്ച റിപ്പോർട്ടാണ്, അത് കൊടുക്കുന്നു. സുധീര സാറ് എൻ്റെ മെസ്സേജ് അവിടെ ചെല്ലുന്നു, പുറത്താക്കിയ സാറ് തിരിച്ചെടുക്കും, വെറുതെ നാണക്കേടുണ്ടാക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഉദ്യമം അവർ മാറ്റിവെച്ചു. അങ്ങനെ അവർ എല്ലാ രീതിയിലും നോക്കി. സുധീര സാർ ഉൾപ്പെടെയുള്ള സുധീര സാറിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എനിക്ക് വളരെ വലുതായിരുന്നു ആ സമയത്ത്. ഇവർ ഈ ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടപ്പം അപ്പീൽ പോകാനൊരു ശ്രമം നടത്തി. വേണുഗോപാൽ KK വേണുഗോപാൽ ഉണ്ടല്ലോ, അദ്ദേഹത്തിനെ കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ഗവൺമെൻറ് അന്ന് സുധീര സാർ ഇടപെട്ട് ഗവൺമെൻറ് അപ്പീൽ പോകുന്നത് തടഞ്ഞു. അല്ലെങ്കിൽ സുപ്രീം കോടതി ഇവർ അപ്പീൽ പോയാൽ. അന്നേരം ഞാൻ പറയുന്നത് കോൺഗ്രസിലുള്ള ഈ നന്മയാണ്. CPMന് ആ നന്മയില്ല ഇല്ല. അന്നേരം കോൺഗ്രസ്സിൽ സുധീര സാറിനെ അനുകൂലിക്കുന്ന, ഞാൻ പേര് പറയാം, ജോൺസൺ ജോസഫ്, ശൂരനാട് രാജശേഖരൻ, ശ്രീ അജയ് തറയിൽ, ഇവരെല്ലാം അന്ന് പരസ്യ പ്രസ്താവന നടത്തി, അപ്പീൽ പോകാൻ പാടില്ല, ഇത് അഴിമതി അല്ലെങ്കിൽ അന്വേഷണത്തിലൂടെ പുറത്തു വരുമല്ലോ, അഴിമതി ആണെങ്കിലും പുറത്തു വരും, അല്ലെങ്കിലും പുറത്തു വരും, അതുകൊണ്ട് അന്വേഷണം നേരിട്ട് ഇവർ അഗ്നിശുദ്ധി വരുത്തണമെന്നും പറഞ്ഞ് ഇവർ ഗവൺമെൻറ്റിന് കത്ത് കൊടുത്ത് സുധീര സാർ ഇടപെട്ടു. അതിനെ തുടർന്നാണ് ഇത് CBI അന്വേഷണം, അതിനെതിരെ അപ്പീൽ പോകാൻ അവർക്ക് പറ്റാഞ്ഞത്. നേരെ മറിച്ച് പിണറായി വിജയനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ LDF സർക്കാരായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അപ്പീൽ സുപ്രീം കോടതി പോകും. അത് പിന്നെയും വർഷങ്ങളെടുക്കും അന്വേഷണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേ കിട്ടിക്കഴിഞ്ഞാൽ ഇത് അവിടെ കടന്നു പോകാനെ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പിണറായി സർക്കാർ വന്നില്ലായിരുന്നെങ്കിൽ ഇത് ഉറപ്പായിട്ടും പ്രോസിക്യൂഷൻ അന്നേ നടക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഈ വരുന്ന 2-ാം തീയതി നിർണായകമല്ലേ? അത് അന്ന് അനുമതി കൊടുക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സർക്കാർ അനുമതി കൊടുക്കും. അത് കോൺഗ്രസിൽ തന്നെ പല നേതാക്കന്മാരും അനുമതി കൊടുക്കണമെന്നുള്ള, അല്ല മാത്രമല്ല സർക്കാർ അനുമതി കൊടുത്തില്ലെങ്കിൽ അത് പിണറായി സർക്കാരിൻ്റെ ഒരു പിന്തുടർച്ചയാകുമെന്ന് പറഞ്ഞ് സർക്കാരിനെതിരെ തന്നെ അതൊരു വലിയ ആരോപണമായി നിലനിൽക്കും. അതുകൊണ്ട് സർക്കാർ അനുമതി കൊടുക്കുമെന്നാണ് എല്ലാവരുടെയും ഒരു പ്രതീക്ഷ. ഉറപ്പായിട്ട് എല്ലാവരുടെയും വിശ്വാസവും എല്ലാവരുടെ ആഗ്രഹവും. അതെ, എൻ്റെ ഉൾപ്പെടെയുള്ള ഈ പൊതുസമൂഹത്തിൻ്റെ ആഗ്രഹം. ഇവിടെ എവിടെ ചെന്നാലും ഇപ്പം ഒരു ചർച്ച ചെയ്താ, നമ്മളൊരു കല്യാണ വീട്ടിൽ ചെന്നാലും മരണ വീട്ടിൽ ചെന്നാലും എന്നെ കണ്ടു കഴിഞ്ഞ ആൾക്കാർക്ക് ചർച്ച ചെയ്താണ്. അതിൽ അവരെല്ലാവരും ആഗ്രഹിക്കുന്നു പൊതുസമൂഹം VD സതീശൻ ഇതിന് അനുമതി കൊടുക്കും എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസവും. അല്ലെങ്കിൽ കോടതി അതിനകത്ത് ചിലപ്പോൾ ശക്തമായ എന്തെങ്കിലും ഒരു കമൻറ്റ് പാസ്സാക്കും. കാര്യം ഈ പിണറായിയുടെ സമയത്ത് 2-3 പ്രാവശ്യം കോടതി രൂക്ഷമായിട്ട് വിമർശിച്ചു. ഇതൊരു ഇടത് സർക്കാരാണോ എന്ന് ഒരു പ്രാവശ്യം ഈ കേസിൽ കോടതി ചോദിക്കേണ്ടി വന്നു. അത് മാധ്യമങ്ങളിലൊക്കെ ഫ്രണ്ട് പേജിൽ വാർത്തയാവുകയും വലിയ ചർച്ചയാവുകയും ചെയ്തതാണ്. അതിനാൽ അതൊന്നും കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. കോൺഗ്രസ് എപ്പോഴും കോടതിയെയും നിയമവ്യവസ്ഥയൊക്കെ മാനിക്കുന്നവരാണ്. നമ്മൾ നോക്കിയാൽ അറിയാം, ചരിത്രം നോക്കിയാലും അങ്ങനെ തന്നെ വരുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു വിശ്വാസം 2-ാം തീയതി പോസിറ്റീവായിട്ട് ഇതിനകത്തുണ്ടാകും എന്ന് തന്നെയാണ്. തീർച്ചയായും അങ്ങനെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പൊതുസമൂഹവും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും താങ്കൾ ഈ ഇപ്പോൾ പോരാട്ടം തുടങ്ങിയിട്ട് 18 വർഷങ്ങളായിരിക്കുന്നു. 18 വർഷം എൻ്റെ മകളുടെ പ്രായം 18 വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഒരുപക്ഷെ എന്നല്ല, തീർച്ചയായും വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. വളരെ ഓക്കെ, താങ്ക് യു.